മഞ്ഞു പൊഴിയുന്ന ഡിസംബർ. ലോകരക്ഷകനായ യേശുവിൻ്റെ ജനനം ഇങ്ങനെയൊരു തണുത്ത രാത്രിയിലായിരുന്നു. ലോകത്തിന് പ്രകാശമാകുവാൻ വേണ്ടി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണീശോ, സത്യത്തിൻ്റെയും നീതിയുടെയും പാലകനായ യൗസേ പിതാവ്, ഏറ്റവും വലിയ എളിമയുടെ പൂർണ്ണതയുമായ പരിശുദ്ധ അമ്മ, എല്ലാം ഒരു ഓർമ്മയായി ആഴ്ന്നിറങ്ങുന്ന ഈ തണുപ്പ് കാലത്ത് നമ്മുടെ കൊച്ചു കൂട്ടായ്മയായ സൂർ കാത്തലിക് കമ്മ്യൂണിറ്റി ഒരുക്കിയിരിക്കുന്ന ഗ്ലോറിയ 2023 നിങ്ങൾക്കേവർക്കും I would like to invite our junior choir group to the dais. ദൈവവചനമാണ് നമ്മുടെ ശക്തി. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം, വഴിയും സത്യവും ജീവനുമായ വചനം. ദൈവവചനം നമ്മോട് പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, സർവമഹത്വവും ദൈവത്തിന്. I would like to invite Mrs. Rosalie Johnson to the dais to start this event by offering a prayer. Praise the Lord. വിശുദ്ധ ലൂക്കാ സുവിശേഷം
1-ാം അധ്യായം 30-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് 6-ാം മാസമാണ്. ദൈവത്തിന് മറിയം പറഞ്ഞു, ഇതാ കർത്താനദാസി, നിന്റെ വാക്കിൽ നീ നിറയട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു. അത്യുന്നത ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി. സങ്കീർത്തകനിലൂടെ ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രന്റെ ജന്മ തിരുനാൾ ആഘോഷത്തിനായി പ്രത്യേകിച്ചും ഈ പള്ളിയുടെ ഇടവക തിരുനാൾ ആഘോഷിക്കുവാനായി ഞങ്ങൾ എല്ലാവരും ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനും സന്തോഷിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കാനും നീ അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു. ഇവിടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിനെയും അത് അവതരിപ്പിക്കുന്ന കുഞ്ഞു പൈതങ്ങൾ മുതൽ ഇതിന്റെ പിന്നറയിൽ പ്രവർത്തിച്ചവർ വരെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടി അവിടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ സമൂഹത്തിന്റെ മേലും എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പരിപാടിക്കായി ഒരുങ്ങിയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഇന്നും എന്നും ഉണ്ടായിരിക്കുന്നവരുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയെ അങ്ങ് സ്വർഗത്തിൽ നിന്നും കൈനീട്ടി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. Thank you, Mrs. Rosalie Johnson. I would like to invite Ansa Joseph for the welcome speech. To everyone present here, first of all, let me wish you all a very Merry Christmas and a Happy New Year. Dance is the joy of movement and heart of life. We all have gathered here to celebrate Christmas Day and dance ballads. I am Ansa Joseph and I am fortunate to have the opportunity to present a welcome speech for today's event. As a nation, as a country, culture is an important part of our brain, and here we are today. I stand before you today on this most special day of the year, Christmas Day, a day that is celebrated with joy and happiness by millions of people around the world, and that commemorates the birth of Jesus Christ, a man who brought a message of love, hope, and peace to the world. Christmas is a time for family and friends to come together to share gifts and to express their love for one another. It is a time to reflect on the blessings in our lives and to be grateful for all that we have. Moreover, it is a time to remember those who are less fortunate than us. I believe that the true spirit of Christmas is not found in the gifts we give or the parties we attend, but in the love we share with one another. It is an act of kindness, in the helping hand and in the words of encouragement. As we celebrate Christmas today, let us remember the true meaning of this blessed day. Let us open our hearts to love, let us extend our hands to help others and to spread peace throughout the world. Let me remind you all, it's a season of renewal, a chance to start anew and to believe in the possibility of miracles, and also when the jingle bells echoes the music of our shared humanity, laughing to the noise of our daily life.
Before we begin the program, I would like to welcome one and all to Gloria 2023, Soul Catholic Church Christmas program, and to this great occasion. It's my pleasure to welcome each and every one of you for being here and being a part of this scintillating evening. Please sit back and enjoy the performance. Thank you. Thank you, Ansa, for an awesome speech. Yes, we all are a part of Gloria 2023 to enjoy this evening. Now, it's time to start our cultural programs, A Treasure of Talents. I would like to welcome Anvia and team for a colorful traditional dance performance.
you dears for a heavenly performance. ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നു ഒരു കണ്ണഞ്ചിപ്പിക്കും ഡാൻസുമായി എൽഗ രാഹുൽ. ലെറ്റ്സ് വെൽക്കം എൽഗ രാഹുൽ ടു ദ സ്റ്റേജ്. Happy Christmas. Happy Christmas. Happy Christmas. Happy Christmas. Venite insieme a trovarlo. E con la stella dei manci davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. Happy Christmas. The king was born, lights and carols, all angels sing. Glory. Thank you, Elga, for an amazing performance. Catholic Community Zur is here for you with the mesmerizing carol song. Let's welcome Rincy and team to the stage.
Wow, that was a mind-blowing performance. Keep it up, dears. I would like to welcome Alana Shaiju for a scintillating dance performance. And a happy new year. That was incredible. Thank you, little charm. നമ്മുടെ ഗ്ലോറിയ 2023യുടെ ആഘോഷങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്ന് ഉച്ചസ്വരത്തിൽ ആവർത്തിക്കുകയാണ് സൂർ കാത്തോലിക് കമ്മ്യൂണിറ്റി. ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നു മാത്യു ആൻഡ് ടീം ഫോർ എ ഡാൻസ് പെർഫോമൻസ്. രാജാതനായി രാജാതിരാജനിന്ന് വേദലഹേ താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാരം നീളമൂടെ വീണമീട്ടി ആർത്ത
ഉദിച്ച ദിവ്യ താരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ, രാജാധിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രി. Well done, dears. It was an eye-opening performance. ഡാൻസ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിൽ ഇതാ വരുന്നു വേദിയിലേക്ക് അൻസ ആൻഡ് അക്സ വിത്ത് ആൻ എക്സൈറ്റിംഗ് പെർഫോമൻസ്. मोहब्बत का बादशाह मोहब्बत बन के आया, मोहब्बत का बादशाह मोहब्बत बन के आया। रोशनी का खुदा रोशनी बन के आया, रोशनी का खुदा रोशनी बन के आया। तेरे दरबार में आया हूँ मैं यहाँ, यीशु तेरे दरबार में। दरबार में हो तेरी स्तुति, दरबार में हो आराधना। आया हूँ मैं यहाँ, मैं आशिक तेरा यीशु, मैं आशिक तेरा, आज तो मैं यीशु कुछ ऐसा गाऊंगा, आज तो मैं यीशु कुछ ऐसा नाचूंगा, आज तो मैं यीशु कुछ ऐसा गाऊंगा, आज तो मैं यीशु कुछ ऐसा नाचूंगा। दरबार में हो तेरी स्तुति, दरबार में हो आराधना, दरबार में हो तेरी स्तुति, दरबार में हो आराधना। आया हूँ मैं यहाँ, मैं आशिक तेरा यीशु, मैं आशिक तेरा, मैं आशिक तेरा। Them a big clap. That was a spectacular performance beyond the words. Let's welcome Alvina Shaiju to the stage.
വളരെ മനോഹരമായ പെർഫോമൻസ് കാഴ്ചവെച്ച ആൽവിനായ്ക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞ നന്ദി. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള സിദ്ധികളിൽ ഒന്നാണ് നൃത്തപാടവം. താളത്തിനൊത്ത് ചുവട് വെക്കാൻ ദൈവകൃപ ലഭിച്ചിട്ടുള്ളവർക്കേ സാധിക്കൂ. Here is Anselin and Alfia on the stage for a rock performance. यहोवा राजा है सामर्थ से भरा, अनादि परमेश्वर वो ना टलेगा. यहोवा राजा है सामर्थ से भरा, अनादि परमेश्वर वो ना टलेगा. हे युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बैठा बादशाह. वो है महान सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप सदा. राजा समंदर की लहरों से यहोवा है महान, पर्वत की ऊंचाई से ऊंचा यीशु नाम. समंदर की लहरों से यहोवा है महान, पर्वत की ऊंचाई से ऊंचा यीशु नाम. युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बैठा बादशाह. वो है महान सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप सदा. राजा आओ मिलकर हम सब गाए, उसका परचम हम लहराए, उसके सामने सर झुकाए, उसके नाम की जय जय गाए. आओ मिलकर हम सब गाए, उसका परचम हम लहराए, उसके सामने सिर झुकाए, उसके नाम की जय जय गाए. युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बैठा बादशाह. वो है महान सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप. युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बैठा बादशाह. वो है महान सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप सदा. Wow!
That was a mind-blowing performance. Keep it up, dears. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനിൽ സംക്ഷിപ്തമാക്കിയിരിക്കുന്ന ചില കഴിവുകളുണ്ട്. അങ്ങനെ ഒരു പെർഫോമൻസ് കാണാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ദാ വരുന്നു റിഷാലിക ആൻഡ് റിച്ചാന ടു ദ സ്റ്റേജ് ഫോർ ആൻ alluring dance. Jingle bell, jingle bell, jingle bell rock. Jingle bells swing and jingle bells ring. Snowing and blowing, the bushels of fun. Now the jingle hop has begun. Jingle bell, jingle bell, jingle bell rock. Jingle bells time and jingle bell time. Dancing and prancing in Jingle Bell Square. In the frosty air. Jingle bell, jingle bell, jingle bell rock. Jingle bell time and jingle bell time. Dancing and prancing in Jingle Bell Square. In the frosty air. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാൻ നാം വനവാരിൽ നിലച്ചിരുന്നു. നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ എല്ലാവരും പാടി സ്തുതിക്കാം. നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ദൈവപുത്രൻ പിറക്കുമെന്ന്. ദൈവപുത്രൻ പിറക്കുമെന്ന്. Let's give them a big clap. That was a spectacular performance beyond the words. ഒരു അത്യുഗ്രൻ പ്രകടനവുമായി നിങ്ങൾക്ക് മുൻപിലേക്ക് കടന്നു വരുന്നു അക്സ ആൻഡ് ആൽഫിൽ. यीशु ने हमें छुड़ाया है पापों के जाल से. यीशु ने हमें बचाया है शैतान की चाल से. गाओ हालेलुया, गाओ हालेलुया, गाओ हालेलुया, गाओ हालेलुया. Go hallelujah, go hallelujah, go hallelujah, go hallelujah.
शालोम शांति और सलाम लाए हैं आपके नाम। शालोम शांति और सलाम ये है यीशु का पैगाम। शालोम शांति और सलाम लाए हैं आपके नाम। शालोम शांति और सलाम ये है यीशु का पैगाम। Look out, hallelujah. 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 Thank you for the beautiful dance. Now, let's welcome Rubina and team to the stage.
incredible singing. You all are an accomplished vocalist and marvelous entertainers in a beautiful setting. എല്ലാവരും അടുത്തു തുടങ്ങിയോ? നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇനി ഒരു സ്റ്റണ്ണിംഗ് ഡാൻസ് കാണാം. I would like to welcome Ansa Joseph and Anvia Joseph to the stage. करने वालों को लज्जित न किया, तेरी दया ने मुझे न छोड़ा। आसरा करने वालों को लज्जित न किया, तेरी दया ने मुझे न छोड़ा। खाली हाथ में यहाँ तक आया, तूने मुझको दो दल बनाया। खाली हाथ में यहाँ तक आया, तूने मुझको दो दल बनाया। एलोहे स्तुति करूंगा। एलोहे स्तुति करूंगा। सारे लोगों ने ठुकरा दिया, जरूरत से ज्यादा मुझे तूने दिया। अपने सारे लोगों ने ठुकरा दिया, जरूरत से ज्यादा मुझे तूने दिया। परदेशी में जगह पर रहा, वहाँ तूने वारिस बनाया। परदेशी में जगह पर रहा, वहाँ तूने वारिस बनाया। एलोहे स्तुति करूंगा। एलोहे स्तुति करूंगा। आशा करने वालों को लज्जित न किया, तेरी दया ने मुझे ना छोड़ा। आशा करने वालों को लज्जित न किया, तेरी दया ने मुझे ना छोड़ा। खाली हाथ में यहाँ तक आया, तूने मुझको दो दल बनाया। खाली हाथ में यहाँ तक आया, तूने मुझको दो दल बनाया। एलोहे स्तुति करूंगा। एलोहे स्तुति करूंगा। एलोहे स्तुति करूंगा। एलोहे स्तुति करूंगा। താങ്ക് യു അൻസ ആൻഡ് ആൻവിയ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നല്ലേ? ബേത്ലഹേമിലെ പുൽക്കൂടിന്റെ നല്ല ചിന്തകൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഓരോ ക്രിസ്മസും. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഭവം ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ അവന്റെ ജീവിതം അർത്ഥപൂർണമാകൂ. പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിച്ചതു മുതൽ ഇന്നുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തു അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈശോയുടെ തിരുപ്പിറവി അനുസ്മരിപ്പിക്കുന്ന ഒരു സ്കിറ്റാണ് ഇനി നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു കാറ്റിസം കുട്ടികളെ. In a village called Nazareth. The girl's name was Mary, and she was engaged to marry a man named Joseph. Gabriel suddenly appeared to Mary. Peace be with you. God has blessed you and is pleased with you. As you can imagine, Mary was very surprised by this and wondered what the angel meant.
But Gabriel explained more to her. Don't be afraid, Mary. God has been very kind to you. He's chosen you to be the mother of His own Son. You will give birth to a baby boy, and he will be called Jesus. How can I have a baby? You will become pregnant by the Holy Spirit. Your baby will be God's own son, and His kingdom will never end. Your cousin Elizabeth, who everyone said was too old to have a baby, is 6 months pregnant with a baby boy. Nothing is impossible with God. I don't completely understand what you mean, but I trust God. So let it happen as God chooses. When Joseph found out that Mary was expecting a baby before their marriage had taken place, he was very worried. He thought Mary had been unfaithful to him and wondered if he should cancel the wedding altogether. Then an angel appeared to Joseph in a dream. Don't be afraid to marry Mary. She has been chosen by God to be the mother of His Son. The baby will be called Jesus, and He will save His people. When Joseph woke up, he did what the angel had told him to do and married Mary. Mary and Joseph traveled a long way, about 70 miles or 115 kilometers from Nazareth to Bethlehem, the town where Joseph's family came from. Joseph and Mary traveled very slowly because Mary's baby was due to be born very soon. When they reached Bethlehem, they had trouble finding somewhere to stay. So many people had come to register their names in the census that every house was full and every bed was taken in all of the spare rooms. The only shelter that they could find was with the animals, in a cage, stable, or in the bottom floor of a house where the family animals were kept. So, in this unclean and probably smelly place, Mary gave birth to Jesus, the Son of God. Out in the hills and fields outside Bethlehem, some shepherds were looking after their sheep through the long night. Wow, it's cold out here. Put another log on the fire, Amos. But as the new day began, an angel suddenly appeared, and the glory of God shone around the angel. The shepherds were very, very frightened. But the angel said, Don't be afraid. I have good news for you and everyone. Today, down in Bethlehem, the Savior sent by God has been born. You will find Him as a baby wrapped in cloth and lying in a manger. Then many more angels appeared, lighting up the sky. All the angels sang, praising God. When Jesus was born, a brand new, bright star appeared in the sky. The wise men followed the star towards the country of Judea. We three kings of Orient are bearing gifts. We traverse afar, field and fountain, moor and mountain, following yonder star.
called to reign. Frankincense to offer have I, incense owns the deity nigh. Prayer and praising, gladly raising, worship in God most high. Myrrh is mine, its bitter perfume breathes a life of gathering gloom. Sorrowing, sighing, bleeding, dying, sealed in a stone-cold tomb. The kings and shepherds had seen what the angels foretold and the Lord promised. Baby Jesus would bring the light of love into the world, a love that would touch each one of us. It would remind us for all eternity of God's love for us. Silent night, holy night, all is calm, all is bright, round you virgin mother and child, holy infant so tender and mild, sleep in heavenly peace, sleep in heavenly peace. ഇങ്ങനൊരു അനുസ്മരണം കൂടി കാണാൻ നമുക്ക് കൃപ തന്ന ദൈവത്തിന് നന്ദി പറയാം. വാക്കുകൾ കിട്ടുന്നില്ല ഇങ്ങനെ നന്ദി പറയണമെന്ന്. അമേസിംഗ് ഡിയർ വൺസ്, യു ഹാവ് ഡൺ എ ബ്രെത്ത് ടേക്കിംഗ് പെർഫോമൻസ്. Without Jingle Bell song, how will we celebrate Christmas? Let's welcome Edwin and Chin to the stage for a stunning dance performance. Dashing through the snow in a one-horse open sleigh, over fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Now the ground is white, go it while you're young. Take the girls tonight, sing a sleighing song. Get a bobtail babe, 240 for a speed, and hitch him to an open sleigh, and you will take the lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Oh, what fun it is to ride in a one-horse open sleigh! Thank you for the beautiful dance. ക്രിസ്മസ് പങ്കുവയ്ക്കലിന്റെയും ഒത്തുചേരലിന്റെയും ഒരു ഓർമ്മ കൂടിയാണ്. തൂമഞ്ഞിന്റെ നനുത്ത സ്പർശം പോലെ ഇതാ നിങ്ങൾക്ക് മുൻപിലേക്ക് ഒരു മനോഹര ഗാനത്തിന് ചുവടുവെക്കുവാൻ വരുന്നു.
ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. സമ്മാനങ്ങൾ രാജാക്കന്മാർ വാഴ്ത്തിപ്പാടി ലോകത്തായി വാഴ്ത്തുന്നേ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. ഒട്ടാസു പൂക്കുത്തി കമ്പിത്തിരി മത്താപ്പു റോക്കറ്റ് ചെമ്പൂത്തിരി ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ക്രോരിയ നാരങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. आशा करने वालों को लज्जित न किया, तेरी दया ने मुझे न छोड़ा। आसरा करने वालों को लज्जित न किया, तेरी दया ने मुझे न छोड़ा। खाली हाथ में यहाँ तक आया, तूने मुझको दोदल बनाया। खाली हाथ में यहाँ तक आया, तूने मुझको दोदल बनाया। एलोहे 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 स्तुति करूँगा। एलोहे 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 स्तुति करूँगा।
सारे लोगों ने ठुकरा दिया, जरूरत से ज्यादा मुझे तूने दिया। अपने सारे लोगों ने ठुकरा दिया, जरूरत से ज्यादा मुझे तूने दिया। परदेशी में जगह पर रहा, वहाँ तूने वारिस बनाया। परदेशी में जगह पर रहा, वहाँ तूने वारिस बनाया। एलोहे 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 स्तुति करूँगा। एलोहे 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 स्तुति करूँगा। आशा करने वालों को लज्जित न किया, तेरी दया ने मुझे ना छोड़ा। आशा करने वालों को लज्जित न किया, तेरी दया ने मुझे ना छोड़ा। खाली हाथ में यहाँ तक आया, तूने मुझको दो दल बनाया। खाली हाथ में यहाँ तक आया, तूने मुझको दो दल बनाया। एलोहे 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 स्तुति करूँगा। 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 നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക്. ഇനി അടുത്തതായി നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഘട്ടമായ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ആദ്യമായി നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും വിശപ്പിന്റെ സ്മെല്ല് വരാറിറങ്ങിയതുകൊണ്ട് എല്ലാവരും കുറിച്ച് നോക്കുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല, എങ്കിലും ഒരു ആശംസ ചെറിയ വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ പറയും, എങ്കിലും ഒരു വാക്ക് എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സ്റ്റോറി ചെറിയ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഗോപിനാഥ് മുതികാട് കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്മസ് ആശംസ അറിയിച്ചിരുന്നു, കേട്ടതുണ്ടായിരിക്കും. ആ കഥ ഇങ്ങനെയാണ്. ഒരു സ്കൂളിൽ സാറ് 59 കുട്ടികളുടെ സ്കൂളിൽ സാറടക്കം 5 പേരുണ്ട്. ആ ക്ലാസ്സിൽ ഒരു കൊച്ചിന് ഭയങ്കരമായ അസുഖമാണ്. ക്രിസ്മസ് വരുന്നു. കൊച്ചിൻ്റെ വീട്ടിലുള്ള അമ്മയ്ക്കും അപ്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് സഹായം ചെയ്യും എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ കൊച്ചിന് ഫീൽ ആയതുകൊണ്ട് സാറ് ഒരു ഐഡിയ കണ്ടുവരികയാണ്. ഈ ക്രിസ്മസിന് നമുക്കൊരു ഗിഫ്റ്റ് എടുക്കാം, എല്ലാവരും 100 രൂപ വെച്ച് കൊണ്ടുവരിക. ഈ 100 രൂപ വെച്ച് ഈ കൊച്ചിന് സമ്മാനം കൊടുക്കണം. കൊച്ചിൻ്റെ പേര് മരിയ എന്നാണ്. കൊടുക്കണമെന്നാണ് സാറിൻ്റെ ആഗ്രഹം. പക്ഷേ സാറിന് എല്ലാ പിള്ളേരോടും ഇത് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാർ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ സാറ് കുറച്ച് സാറും ആ കൊച്ചും ഒഴികെ എല്ലാവരോടും പറഞ്ഞു, നാളെ എല്ലാവരും 100 രൂപ കൊണ്ടുവരിക. 100 രൂപ ഇടത് സൈഡിലെ ബോക്സിൽ ഇടുക, വലത് സൈഡിലെ ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിടാം, അല്ലെങ്കിൽ ലോട്ടറി വേണ്ട ആളുടെ പേര് ഇതിടാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിടാം എന്നാണ് സാർ ഉദ്ദേശിച്ചത്. നറുക്കെടുത്തു. സാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ സമ്മാനം ഈ മരിയ എന്ന കൊച്ചിനെ കൊടുക്കണം എന്ന്. അതേപോലെ തന്നെ സമ്മാനം എടുത്തു. മരിയ എന്ന പേര് വന്നു. സന്തോഷത്തോടെ എല്ലാവരും കൊടുത്തു, പോയി. സാർ സന്തോഷത്തോടെ എല്ലാവരും പറഞ്ഞു, നമ്മൾ ഇന്ന് ക്രിസ്മസായിട്ട് ചെയ്ത ഒരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് സാർ എല്ലാവരും നാം വീട്ടിൽ വിട്ടു. സാറെങ്കിലും ആ പേര് തന്നെ എങ്ങനെ വന്നു എന്നറിയാൻ സാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവരും പോയി കഴിയുമ്പോൾ ആ ബോക്സ് തുറന്നു നോക്കി. അതാണ് സാറ് പുള്ളി പറയുന്ന കഥയിലേറ്റവും ഏറ്റവും വലിയ ഒരു പോയിന്റ്. ആ 49 കുട്ടികൾ വിട്ടിരുന്നത് മരിയ എന്ന പേരായിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ക്രിസ്മസിനെ ഒത്തിരി ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കളിച്ചതുപോലെ ചാട്ടം, ആട്ടം, പാട്ട്, പടക്കം എല്ലാ ആഘോഷങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഈശോ എഴുന്നള്ളി വരുമ്പോൾ, ഉണ്ണീശോ പറക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എളിമയുടെ ഏറ്റവും വലിയ പാഠമാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. കാരണം രാജാതിരാജനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. പക്ഷേ അന്ന് പിറന്നത് കാര്യത്തൊഴുത്തിലാണ്. നമ്മൾ വിചാരിക്കുന്ന പ്രൗഢിയോ പ്രതാപമോ അല്ല. ഈശോ കാണിച്ച ഏറ്റവും വലിയ പാഠം നമുക്ക് എളിമയുടെയാണ്.
ഈ എളിമയുടെ പാഠം കൊണ്ടപ്പോഴാണ് ഈ കുട്ടികൾ എല്ലാവരും വിചാരിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകാൻ ആ ക്ലാസ്സിലെ കുട്ടികൾ ആ കഥയിലൂടെ പറഞ്ഞതുപോലെ നമുക്കും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ കഥയുടെ സാരാംശം വെച്ച് ഞാൻ നിങ്ങളോട് ആശംസിക്കുകയാണ്. പിന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നന്ദി അർപ്പിക്കുക എന്നതാണ്. നീണ്ട ഒരു നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാം, സാധാരണ ഒരു മണ്ടന എന്നാ പറയുക, മുക്കിലെ രാജ്യത്തെ മുറിവക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലൂടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ലീഡ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം പോയ സ്ഥാനത്ത് പെട്ടെന്ന് എന്നെ പിടിച്ച് കയറ്റിയാണ്. ഞാൻ ഇങ്ങനെ മൈക്കിന് മുമ്പിൽ സംസാരിച്ച് പരിചയമുള്ള ആളല്ല. എങ്കിലും എൻ്റെ കടവിൽ കടന്നു പറയുകയാണ്, നമുക്ക് ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. കാരണം പല പല പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, പാലസ്തീൻ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ പ്രോഗ്രാം അവതരിപ്പിക്കരുതെന്ന് 2-3 തവണ നമുക്ക് വാണിങ്ങി ഇവിടെയുള്ള സാധാരണക്കാർ പറഞ്ഞതാണ്. എങ്കിലും നമ്മുടെ കരോളും എല്ലാം ഭംഗി നടത്തി ഇതിനെല്ലാം ക്രമീകരിച്ച ദൈവമായിരുന്നു. കരോളും ഒത്തിരി വിജയമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ ഭാഗത്തിൽ പോയി, ആഗ്രഹിച്ചതിൽ കൂടുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. പാട്ട് പാടി, നൃത്തം വെച്ചു, എല്ലാം ചെയ്തു. ഇതെല്ലാം നമ്മളെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായി നമ്മൾ കാണുന്നതാണ് പുൽക്കൂട്. പുൽക്കൂട് ഉണ്ടാക്കാൻ ഇത്രയും കാലം നമ്മുടെ ഈ ഇടവകയിൽ 1-2 പേര് ആരെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ കൈകൊണ്ടു പോയിരുന്നു. കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പലരും വന്നു, പലരും ഏറ്റു ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് വേണ്ടി പുൽക്കൂട് ഒരുക്കിയതും അതിൻ്റെ ഏതാണ്ട് 90% കാര്യങ്ങൾ ക്രമീകരിച്ചത് നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ പുതുതായിട്ട് വന്ന റൂബീന സിസ്റ്ററാണ്. എല്ലാവരും ആത്മാർത്ഥമായി അതിനുവേണ്ടി കഷ്ടപ്പെട്ടുണ്ടായിരുന്ന നമ്മുടെ സൈച്ചേട്ടനെ ഓർക്കുന്നു. കുറച്ച് കമ്മിറ്റിക്കാരായിരിക്കുന്ന കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അവരെയും നന്ദിയോടെ ഇന്ന് തോന്നുന്നു. അടുത്തതായി ഈ പരിപാടി വിജയം ആക്കി തീർത്തത് നമ്മുടെ ഓരോ മക്കളെ വീട്ടിൽ നിന്ന് വിട്ട മാതാപിതാക്കന്മാരും ഇന്ന് ഇവിടെയായിരിക്കും നിങ്ങളെല്ലാവരുമാണ്. നമ്മൾ ആരും ഇവിടെ ഓഡിയൻസ് ഇല്ലെങ്കിലും പ്രോഗ്രാമിൽ അർത്ഥമില്ല, പരിപാടി അവതരിപ്പിക്കാൻ പിള്ളേരില്ലെങ്കിലും ഇതിന് അർത്ഥമില്ല. ഇതെല്ലാം സഹായിച്ച നിങ്ങളെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് കോർഡിനേറ്റർ വേണം തീരുമാനിച്ചപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച 3 പേരായിരുന്നു. റുബീന, ഫെൻസി, ജോഫിൻ. ഇവരെ 3 പേരെ ഓർക്കുന്നു. ഇതിൽ റുബീനയും ഫെൻസിയാണ് പിള്ളേരെല്ലാം ഒരുക്കിയത്. ജോഫിൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി ഓരോ കാര്യങ്ങളിലും ലിസ്റ്റ് ഇട്ട് ഓരോ സമയത്തും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുമായിരുന്നു. ഇവരെ ചെയ്തിരുന്നു. പാട്ട് കോർഡിനേറ്റ് ചെയ്തു, സൗണ്ടും ലൈറ്റും എല്ലാം കൺട്രോൾ ചെയ്ത ജോഫിനാണ്. ഈ 3 പേരെയും ഈ കൂട്ടായ്മയുടെ പേരിൽ എല്ലാവരും നന്ദിയായിരുന്നു. പിന്നെ നമ്മുടെ കോർഡിനേറ്റർമാർ പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ഒരു വെള്ളിയാഴ്ച വന്നില്ല, അന്ന് എൻ്റെ കടയിലേക്ക് 2 പേര് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയാൽ ഇവിടെ എന്ത് ചെയ്യും, നിങ്ങളുണ്ടാകാമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ കൂട്ടായ്മയിൽപ്പെട്ട നമ്മുടെ കോർഡിനേറ്റർമാരെല്ലാവരും അവിടെ വന്ന് എൻ്റെ ഡ്യൂട്ടി സമയത്താണ്. പക്ഷേ അവരവിടെ വന്ന് എല്ലാ സമയവും ഒഴിവാക്കി വന്ന് സൈച്ചേട്ടൻ, ഷായിച്ചേട്ടൻ, ജോസ് ഇവരെല്ലാം നന്ദിയോടെ ഓർക്കുക. ഓരോരുത്തരും ഞാൻ പ്രത്യേകം പറയാണ്. സൈച്ചേട്ടൻ, ഷായിച്ചേട്ടൻ, ജോർജ്, ജോസ്, ടോണി, ജിതിൻ, ടിജോ, ജോഡി, ബെന്നിച്ചേട്ടൻ, ബിജേട്ടൻ, ഇവരെല്ലാം ഞാൻ എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ കൂട്ടായ്മയ്ക്കോട് നല്ല സഹകരിച്ചു. ആ ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ആരും പേര് വിട്ടുപോയിട്ട് സോറി കേട്ടോ, ഞാൻ വിളിച്ചിങ്ങനെ കാണത്തില്ല കേട്ടോ. ഇവരെല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും ഇവരുടെ ആത്മാർത്ഥമായ സഹകരണം നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകട്ടെ. അത് നല്ലൊരു വിജയം അല്ലെങ്കിൽ നല്ല ഒരു രീതിയിൽ മുമ്പോട്ട് നമ്മുടെ കൂട്ടായ്മ പോകാൻ വേണ്ടി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും നാം നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിന് സാമ്പത്തികമായ സഹായം വേണ്ടി വരും അല്ലേ? പൈസ ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കുമില്ല. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒത്തിരി സ്പോൺസർ ചെയ്ത് അന്ന് നമ്മുടെ കമ്മിറ്റി കൂടിയപ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് 20, 25, 30, 50 റിയാൽ സ്പോൺസർ ചെയ്തവരുണ്ട്. ഞാൻ പൈസ എത്രയാണെന്ന് ആദ്യം പറയും. എല്ലാവരും സഹകരിച്ചു. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടതാണ്, ഒരാളോട് പോലും സഹായം അല്ലെങ്കിൽ കോർഡിനേറ്റർ പുറത്തുള്ളവർ ആദ്യം കോർഡിനേറ്റർമാരെ സഹായം വാക്ക് ചെയ്യുന്നത് അത് പുറത്ത് ആരോട് ചോദിച്ചിട്ടും ഒരാളും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ മിനിസ്ട്രി സിസ്റ്റേഴ്സിന് പോലെ നമ്മുടെ സിസ്റ്റർമാരുടെ കോർഡിനേറ്റ് ചെയ്ത് അവർ പോലെ എല്ലാവരും പങ്കുചേർന്നു. അതുപോലെ പുറത്തുണ്ടായിരുന്ന അനിൽ, സുനിൽ, നമ്മുടെ പിന്നെ നമ്മുടെ പള്ളി വരാത്ത ആൾക്കാരാണ്. സൂക്കിലുള്ള 2 കടക്കാരുണ്ട്, ആന്തോ ചേട്ടൻ, പിന്നെ അൽത്തയാറ്, നമ്മുടെ സാജ് കുശി, ഇങ്ങനെയുള്ള പല ആരോട് നമ്മൾ ചോദിച്ചു. എല്ലാവരും അവർക്ക് ആവുന്ന സഹായം ചെയ്തു. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും നമുക്കറിയാം. ഈ പള്ളിയുടെ ഈ ക്രിസ്മസിന് മാത്രമാണ് നമ്മൾ പിരിവിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പോയാണ്, നമുക്ക് ഒരു മാസം 150 റിയാലാണ് ഇവിടെ ചെലവ് വരുന്നത്.
നമ്മളിവിടെ പള്ളി കുർബാനയ്ക്ക് വരുന്നതായിട്ട് 5 റിയാൽ 2 റിയാൽ 3 റിയാലാണ് നമുക്ക് കിട്ടുന്നത്. അത് ബാക്കി നേർച്ചയായിട്ട് പൈസ നമുക്ക് കിട്ടില്ല. നമ്മൾ ഈ 150 റിയാലിന് വർഷം പോകുമ്പോൾ ആ ചെലവ് ലെവൽ ചെയ്യാൻ കിട്ടാത്ത സമയത്തൊക്കെ ലെവൽ ചെയ്യുന്ന നമുക്ക് ക്രിസ്മസ് കിട്ടുന്ന പൈസൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും ഈ ഒരു സമയത്ത് നമ്മൾ ചോദിക്കുന്ന കഴിവിൻ്റെ പരമാവധി തരാൻ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സാഹചര്യം എത്തിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് അത് കൊടുത്ത് നമ്മുടെ ഇടവക മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാം സഹായിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഫണ്ട് തന്ന് സഹായിച്ച എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അവിടെ എല്ലാ സഹായങ്ങൾക്കും കൂട്ടായ്മയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ കരോള് കഴിഞ്ഞ് നമുക്ക് നന്ദി പറയാൻ പറ്റിയില്ലായിരുന്നു. കരോളിന് ക്ഷണിച്ച എല്ലാ വീട്ടുകാരുടെയും ആ കരോള് വിജയമായി തീർന്നുവെന്ന് എല്ലാ വ്യക്തികളും, പല കുട്ടികളും പറഞ്ഞു എല്ലാ വീടും കാണാൻ പറ്റി, പല പേരൻസും പറഞ്ഞു എല്ലാവരും അങ്ങോട്ടും കാണാൻ പറ്റി. ആ ഒരു സന്തോഷ സമാധാനം നമ്മുടെ ആ കൂട്ടായ്മയുടെ ഐക്യം തുടർന്നുകൊണ്ട് പോകാൻ സഹായിച്ച കരോളാണ്. ഈ കരോളിന് വേണ്ടി ക്ഷണിച്ച എല്ലാ വീട്ടുകാരെയും ഒപ്പം ആ പോകാൻ വേണ്ടി പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായപ്പോൾ പോയ രോഗങ്ങൾ പറയുന്നറിയാം 2-3 പേർക്ക് പനി അസുഖമുള്ള ആളുകളാണ് അവരൊന്നും പുറത്തേക്ക് വരാത്തത്. പയ്യട്ട് ഒന്ന് വരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അന്ന് സഹായിച്ചവരുണ്ട്. അന്ന് ഇവിടെ ഫുഡ് സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്, അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടായ്മകൾ നന്ദി അറിയിക്കുന്നു. പിന്നെ ഒരു പ്രത്യേകം നന്ദി പറയാനുള്ള ആൾക്കാരുണ്ട്. അവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ ഈ കാണുന്ന ഈ ലൈറ്റ്, ഈ കാട്ടുന്ന ഇതൊക്കെ നമുക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പൂർവികരായിരുന്ന സോണിച്ചേട്ടൻ, നമ്മുടെ ജയസാറ്, പിന്നെ ഷിബില്, ഇങ്ങനെ കുറേ പേരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ കാണുന്ന ഈ ലൈറ്റ്. നമ്മൾ വന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഏതാണ്ട് എല്ലാ സാധനം സ്റ്റോറിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നവരാണ്. അവരെ നമ്മൾ നടന്നു പോയെങ്കിലും ഈ കൂട്ടായ്മയുടെ പേരുള്ള എന്നും പ്രാർത്ഥന ഉണ്ടായിരിക്കും. നന്ദി ശക്തിപൂർവ്വം അവരറിയിക്കുന്നു. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ക്ഷമിക്കണം. ഞാൻ പേര് പറയാൻ വിട്ടുപോയതായി എഴുതിയിട്ടുണ്ടാവും, എനിക്ക് കാണത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും കാണത്തില്ല വിളിച്ചുകൊണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ കൂട്ടായ്മയുടെ പേര് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിനായിട്ട് പോകാം.